ബിഗ് ബോസ് ഇഷ്ടമല്ല, പക്ഷേ ബിഗ് ബോസ് കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താ അത് ടിപ്പിക്കൽ മലയാളി പറയുന്ന ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ ബിഗ് ബോസിൽ പോയത് തന്നെയാണ്. മണ്ടത്തരമായി പോയി. ലാലേട്ടൻ ബിഗ് ബോസ് ഹോസ്റ്റിൽ നിന്നും മാറണം, യെസ് ഓർ നോ? സ്ത്രീകളെ പോലെ തന്നെ പുരുഷനും ഇവിടെ പീഡനം നേരിടുന്നുണ്ട്. ഡെഫിനറ്റ്ലി യെസ്. യെസ്. സ്ത്രീ ആയാലും പുരുഷനായാലും എപ്പോഴും അലർട്ടായിരിക്കുക. പണ്ടത്തെ കാലമില്ല. ചുറ്റിലും കണ്ണുകളെന്ന് പറയുന്ന ക്യാമറ ഇങ്ങനെ പല രൂപത്തിലാണ് നമ്മുടെ ചുറ്റില്. അത് പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാര് വളരെ സൂക്ഷിക്കേണ്ടി ജാഗ്രത കാണിക്കുന്നത്. എൻ്റെ ഒരു ഏജിലൊക്കെ ഒരു സൗഹൃദം എന്ന് പറയുന്നത് അത് സൗഹൃദം തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് പ്രതീക്ഷകളൊന്നുമില്ലാത്തൊരു അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കുറ്റങ്ങളും കുറവുകളോടുകൂടി നമ്മൾ ഒരാളെ സ്വീകരിക്കുന്നതാണ് ഏറ്റവും നല്ല സൗഹൃദം എന്ന് പറയുന്നത്. കാശുള്ളവൻ എന്തുമാകാം എന്നുള്ളൊരു ഒരു കാഴ്ചപ്പാട് ഇന്നും ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടെന്ന് ചേച്ചിക്ക് തോന്നുന്നു. അതിപ്പോ രാഷ്ട്രീയത്തിൽ മാത്രമല്ല, അതെ എന്തിലും. തീർച്ചയായിട്ടും സിനിമയിൽ നമ്മളിപ്പോ കണ്ട വിഷയം എന്തായിരുന്നു? എന്നോടൊക്കെ രഹസ്യമായിട്ട് പല നടിമാരും നടന്മാരും പറയാറുണ്ട്, ഞങ്ങൾ ആളോടൊപ്പാണെന്ന് പറഞ്ഞേക്കണേ, പക്ഷെ ഞങ്ങൾക്ക് പുറത്തു വന്ന് പറയാൻ പറ്റില്ല. അതാ പവറിൻ്റെ അതുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ തിരിച്ചൊരു മറുചോദ്യം ഞാൻ ചോദിക്കും. ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങനൊരു തെളിവുകളുടെ അഭാവമുണ്ടായാൽ അതിന് ഉത്തരവാദിത്തം പറയാൻ ഇത് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ, ഇതിന് നേതൃത്വം വഹിച്ച ഭരണകൂടം, ഇവരൊക്കെ ബാധ്യസ്ഥരുണ്ട്. ഇത് തന്നെയാണ് ഈ വനിതാ ഈ ഫെമിനിസ്റ്റുകളും കുറേ പേര് വില കളയുന്ന ഇതാണ്. എല്ലാത്തിനും വേണ്ടി അങ്ങോട്ട് ഇറങ്ങും. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ വില പോയില്ലേ? ഫെമിനിസ്റ്റുകൾ ഞാൻ പറഞ്ഞു, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ മതി. ഫെമിനിസ്റ്റുകൾ എന്ന് പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. മോശമായ വാക്കുകളൊന്നും അല്ല. അവരെ എന്തിനാ നിങ്ങൾ ഒരു പ്രത്യേക ജാതി മതം എന്ന് പറഞ്ഞ അങ്ങനെയല്ല. അതായത് അപ്പം ചേച്ചി, സ്വാഭാവികമായിട്ട് ചേച്ചിയുടെ ജീവിതകഥകൾ നമ്മൾ കേട്ടു, അതുപോലെ ചേച്ചിയുടെ കുറച്ച് നിലപാടുകൾ കേട്ടു. ഇനി കൂടുതൽ നിലപാടുകൾ പറയാം, കുറച്ചധികം നിലപാടുകൾ. ചീത്ത അല്ല, നമ്മളെല്ലാം അതിൻ്റെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ഉൾപ്പെടുത്തി അത്യാവശ്യം. ചേച്ചി എന്തായാലും നിലപാടുള്ള ഒരു സ്ത്രീ രത്നമാണെന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം പലരും മടിക്കുന്ന പല കാര്യങ്ങളും ചേച്ചി തുറന്ന് മാധ്യമങ്ങളിലൂടെ സംസാരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ്. ചേച്ചി അതുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം ഇതൊക്കെ ഒരു യെസ് ഓർ നോ സെഗ്മെൻ്റ് ആണിത്. ചേച്ചിക്ക് യെസ് ഓർ നോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ചേച്ചിയുടെ നിലപാട് പറഞ്ഞു പോവാം. ഈ തവണത്തെ ബിഗ് ബോസ് കണ്ടിട്ടുണ്ടോ? യെസ് ഓർ നോ? യെസ്. ബിഗ് ബോസ് ഇഷ്ടമാ? പിന്നെന്താ കണ്ടത്? നോ. ബിഗ് ബോസ് ഇഷ്ടമല്ല, പക്ഷേ ബിഗ് ബോസ് കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താ അത് ടിപ്പിക്കൽ മലയാളി പറയുന്ന അല്ല, അത് കാണാനുള്ള കാര്യം എന്ന് വെച്ചാൽ ബിഗ് ബോസ് തീർന്ന് കപ്പും വാങ്ങിച്ചതിന് ശേഷമാണ് കണ്ടത് OTT-ല്. കാരണം ഇത് ഈ യൂട്യൂബ് തുറന്നത് മുഴുവൻ ഇതാണല്ലോ. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് ഇതിങ്ങനെ പറഞ്ഞു, എന്നാലും ചേച്ചി അവള് ശരിയല്ല, അവൻ ശരിയല്ല, മറ്റവൻ ശരിയല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എന്താണെന്ന്. അല്ലാതെ ഇതിന് മുമ്പത്തെ ഞാൻ പോയ സീസൺ കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇപ്പൊ ഇതിങ്ങനെ ഇവര് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു എന്താ ഇതിനെ ഇത്രയൊക്കെ പറയാൻ മാത്രം എന്ന് നോക്കാൻ വേണ്ടി അവസാനത്തെ ഒരു 5-6 എപ്പിസോഡ് മാത്രം കണ്ടു. എല്ലാം ഒന്നും കണ്ടില്ല. ഇല്ല. അതിന് ആരെയാ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? സത്യസന്ധമായിട്ട് ഒരാളെ പറഞ്ഞാൽ മതി. അതിനകത്ത് അങ്ങനെ ആരെയും നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. അല്ല, എങ്കിൽ പോലും ചേച്ചിക്ക് കണ്ടിട്ട് കൊള്ളാലോ, അല്ല ഇവൻ കൊള്ളാലോ. ഇപ്പൊ നിലവിൽ അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയാണ്. നെവിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ കുട്ടി നെവിനെ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാൻ കാരണം? എനിക്ക് ഭയങ്കര ഇന്നസെന്റ് ആണ് ശരിക്കും. ഭയങ്കര ഇന്നസെന്റാ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ കുട്ടിയെ. പിന്നെ ആര്യനെ ഇഷ്ടപ്പെട്ടു എനിക്ക്. അവരൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നെയൊന്നും ഇഷ്ടപ്പെടില്ല ചേച്ചി. ബിഗ് ബോസിൽ പോയിട്ട് നേരിട്ട് ഇരുന്നിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയാ ചേച്ചി. പിന്നെ എനിക്കും കിടക്കട്ടെ. നല്ലോണം ഇഷ്ടമായി. ബിഗ് ബോസ് മലയാളിയുടെ സംസ്കാരത്തിന് ചേർന്നതല്ല, യെസ് ഓർ നോ? മലയാളിയുടെ സംസ്കാരം യെസ് ഓർ നോയില് മാത്രം അത് നിർത്താൻ പറ്റില്ല. മലയാളിയുടെ സംസ്കാരത്തിൽ എന്തെങ്കിലും യെസ് ഓർ നോ
മലയാളിയുടെ ചേർന്നതല്ല. ചേർന്നല്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. കാരണം എന്തുകൊണ്ടാണ് പറയുന്നത്? അതായത് നമ്മളെ ഇവിടെ ഇപ്പോൾ ഏറ്റവും അധികം നമ്മളെല്ലാവരും വിമർശിക്കുന്ന ഒരു ഇതാണ് സീരിയൽ എന്ന് പറയുന്നത്. സീരിയലിൽ ഏറ്റവും അധികം കാണിക്കുന്ന എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉപദ്രവിക്കുക, വഴക്ക് കൂടുക, പിന്നെ അമ്മായിയമ്മ പോര്, നാത്തൂൻ പോര്, ഭർത്താവിൻ്റെ പോര്, ഭാര്യയുടെ പോര്. ഇതാണ് ഇങ്ങനെ സക്സസ് ആയി ആൾക്കാർ രാത്രി ആകുമ്പോഴത്തേക്കും 6 മണി കഴിയുമ്പോൾ ഫുള്ള് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ വീടിനുള്ളിലെ കലഹമാണ് ആളുകൾക്ക് ഇഷ്ടം. തീർച്ചയായിട്ടും. ആ കലഹം ഇല്ലെങ്കിൽ ഒരു റേറ്റിംഗും ഉണ്ടാവില്ല, ഒരു മനുഷ്യൻ അത് കാണില്ല. അപ്പം ആ കലഹം യഥാർത്ഥത്തിൽ സമൂഹത്തിന് നല്ലതല്ല. കാരണം ഏറ്റവും നന്നായിട്ട് ഫൈറ്റ് ചെയ്ത് കട്ടക്ക് അടികൂടാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഇവൾ ഇനി എവിടെ വരെ പോകും, ഇവൻ എവിടെ വരെ പോകും നോക്കാം, വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിക്കും. അങ്ങനെ അല്ലാത്തവർക്ക് വോട്ടുണ്ടാവില്ല, അവർ വേഗം ഔട്ടും ആകും. ചേച്ചി, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടി വായിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ മാസ് ഹീറോ പരിവേഷം ഈ ബിഗ് ബോസിൽ പലർക്കും കിട്ടും. ചേച്ചിയുടെ സീസണിൽ അങ്ങനെ ഒരു വ്യക്തി ഇല്ലായിരുന്നു. മണിക്കുട്ടൻ ജയിച്ചു എങ്കിൽ പോലും ഒരു ഹീറോ മാസ് പരിവേഷമുള്ള ആൾക്കാരില്ലായിരുന്നു. അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരാളാണ് അഖിൽ മാരാറ്, അതുപോലെ റോബിൻ രാധാകൃഷ്ണൻ, രജിത് സാറ്, സാബുമോൻ അബ്ദുസമദ്. ഇവർക്കൊക്കെ ഹീറോ പരിവേഷം കിട്ടി. എന്നാൽ ഇവരെക്കാൾ നല്ല പെർഫോമൻസ് ചെയ്ത പല സ്ത്രീകളും അതിനകത്ത് വന്നിട്ടുണ്ട്. നല്ല പെർഫോമൻസ്. പക്ഷേ സ്ത്രീ ചെയ്യുമ്പോൾ അയ്യേ, പുരുഷൻ ചെയ്യുമ്പോൾ ആ ഒരു മൈൻഡ് ഇന്നും മലയാളികളിൽ ബഹുഭൂരിപക്ഷം പേരും സോഷ്യൽ മീഡിയയിൽ കൂടെയും കാണിക്കുന്നുണ്ട്, കമൻറ്റ് സെക്ഷനിൽ കൂടെയും കാണിക്കുന്നുണ്ട്, അല്ല തുറന്ന് പല റിയാക്ഷൻ വീഡിയോകളിലൂടെയും നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. മലയാളിയുടെ ഒരു കാഴ്ചപ്പാടാണോ അത്? ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ ചോദിച്ചാട്ടെ. ഇതൊരു ചോദ്യമല്ല, യെസ് ഓർ നോ സെഗ്മെന്റ് അല്ല, ചേച്ചിയോടൊരു നിലപാട് ഞാൻ ചോദിച്ചാൽ. അതൊരു വിവരമില്ലായ്മയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഒരു വീട്ടിനുള്ളിൽ 100 ദിവസം നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടി അത് വിജയിച്ചു വരുന്നതാണ് ഹീറോയിസം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. പെണ്ണാണെങ്കിലും ആണാണെങ്കിലും അതൊരു ശരിയായ ഒരു ആ പ്രോഗ്രാം കൊണ്ട് ആക്ച്വലി ഞാൻ പോയ ഒരാളാണ്. അത് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ ബിഗ് ബോസിൽ പോയത് തന്നെയാണ്. മണ്ടത്തരമായി പോയി. അത് സമൂഹത്തിന് യാതൊരു ഗുണവും ചെയ്യാത്ത എന്നാൽ ഒരുപാട് ദോഷം ചെയ്യുന്ന ഒരു പരിപാടി തന്നെ. അതുകൊണ്ടുള്ള ഏക ഗുണം എന്ന് പറയുന്നത് അവിടെ പോകുന്ന കണ്ടസ്റ്റൻസിന് ഒരു മുഖം കിട്ടുന്നു. അവർക്ക് അതിന്റെ പേരിൽ ആ വീട്ടിനകത്ത് നിൽക്കുന്ന അത്രയും ദിവസത്തെ പേയ്മെന്റിനും പുറമെ അതിന്റെ പേരിൽ കിട്ടുന്ന ഉദ്ഘാടനങ്ങളും പല രീതിയിലുള്ള സാമ്പത്തിക നേട്ടവും അതാണ് അതുകൊണ്ടുണ്ടാക്കുക. അല്ല സമൂഹത്തിന് എന്താണ് അതുകൊണ്ട്. പിന്നെ ചാനൽ നന്നായിട്ട് കാശുണ്ടാക്കുന്നുണ്ട്, അതുണ്ടാക്കുന്നുണ്ട്. അപ്പം ചേച്ചി 3ാമത്തെ സീസണിലാണ് പോയത്. ചേച്ചി എനിക്ക് തോന്നുന്നു 35 ദിവസം 40 ദിവസം നിന്നല്ലേ? 49 ദിവസം നിന്നു. അവിടെ വെച്ച് ചേച്ചി പരിചയപ്പെട്ടവരിൽ ഇന്നും ഒരു സൗഹൃദം നിലനിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ നിലവിൽ? ഉണ്ട്. ആരാണ്? ഫിറോസ്. ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ തമ്മിലായിരുന്നു. കിടിലം ഫിറോസ്. കിടിലം ഫിറോസ്. ഞാനവിടുത്തെ ആദ്യം മറ്റേ ഫിറോസ്. ആ പുള്ളിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഫിറോസ് ഖാനുമായിട്ട് ഒരു താല്പര്യം? DFK താല്പര്യമില്ല, എനിക്ക് വേണ്ടെന്ന് പറയുന്നത് ബന്ധം അങ്ങനെയുള്ള ഒരാൾ. കിടിലം ഫിറോസും സന്ധ്യ ചേച്ചി എന്റെ പേഴ്സണൽ സന്ധ്യ ചേച്ചിയായിട്ട് ഭയങ്കര പേഴ്സണൽ കണക്ഷൻ ഉള്ള ആളാണ്. ഞങ്ങള് ഇപ്പോഴും നല്ല കണക്ഷനിൽ. ഞങ്ങൾ ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കാറേ ഇല്ല. പിന്നെ അവരൊക്കെ എനിക്ക് തോന്നുന്നു ആ ഗ്രൂപ്പിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ഗ്രൂപ്പിലൊന്നുമില്ല. കിടിലം ഫിറോസ് ഇപ്പൊ ഒരുപാട് നല്ല വീഡിയോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അവിടെ നിൽക്കുന്ന സമയത്ത് അയാള് എന്തിനാണ് ഇവിടെ വന്നത്, ഇതുകൊണ്ട് പുള്ളിക്ക് നെഗറ്റീവ് ഉണ്ടായിട്ടുള്ളൂ. പുള്ളിക്ക് ഈ പിന്നെ ഒരു ഇത് ചെയ്യുന്നുണ്ടല്ലോ, പുള്ളി ഒരു ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നുണ്ടല്ലോ. അതിനു വേണ്ടിയാണ് പുള്ളി വന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനെയൊക്കെ പൊളി ഫിറോസ് ഒരുപാട് പരിഹസിക്കുകയും കളിയാക്കുകയും പുച്ഛിക്കുകയും അതിന്റെ പേരിൽ ഒരുപാട്. പക്ഷെ ഇപ്പോഴും കിടിലം ഫിറോസ് അത് ചെയ്യുന്നുണ്ടല്ലോ. മുമ്പ് ചെയ്തതിനേക്കാൾ 4 ഇരട്ടിയായിട്ട് ചെയ്യുന്ന ഒരാളല്ലേ. ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവിടെ പോവാറുണ്ട്.
എന്ത് നല്ല കാര്യങ്ങളാണ് അയാൾ ചെയ്യുന്നത്. അപ്പം അയാൾ അന്ന് അവിടെ പറഞ്ഞതൊന്നും വെറുതെ അല്ലായിരുന്നു. അതെ അതെ അതെ. അതൊക്കെ വളരെ സത്യസന്ധമായ കാര്യങ്ങളാണ് അയാൾ അവിടെ പറഞ്ഞത് മുഴുവനും. പുള്ളിയുടെ മോട്ടിവേഷണൽ വീഡിയോ ഒക്കെ ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ വീഡിയോ. ഞാൻ ഫോളോ ചെയ്യുന്ന ആളാണ്. പുള്ളിയുടെ വീഡിയോസ് നല്ല സമൂഹത്തിന് പ്രയോജനകരമാവുന്ന വീഡിയോസാണ് പുള്ളി ചെയ്യുന്നതെല്ലാം. അപ്പോൾ അടുത്ത് ചേച്ചി, ലാലേട്ടൻ ബിഗ് ബോസ് ഹോസ്റ്റിൽ നിന്നും മാറണം, യെസ് ഓർ നോ? യെസും നോയും. അത് ഇറക്കലാച്ചി. ഒന്നല്ലെങ്കിൽ രണ്ടിടത്ത് കാലഘട്ടം അനുവദിക്കല, ഞങ്ങൾ ഒരിടത്ത് പറയണം. അതെന്തോ ഇത്ര വലിയ കാര്യമാണ്. പിന്നെ ലാലേട്ടൻ എന്ന് പറയുന്നില്ല, ബിഗ് ബോസിന്റെ മുഖം ലാലേട്ടൻ. ലാലേട്ടൻ ഒന്ന് മാറി നോക്കട്ടെ, ബിഗ് ബോസിന്റെ റേറ്റിംഗ് പോയി. പിന്നെ ചെയ്തോട്ടെ. അല്ല അല്ല, ലാലേട്ടൻ മാറിയാൽ ഓക്കെ ഓക്കെ, ലാലേട്ടൻ മാറിയാൽ പിന്നെ ആര്? മമ്മൂട്ടി. മമ്മൂക്ക നിൽക്കുകയല്ലോ. യുവതാരങ്ങൾ ഒരാളെ ചേച്ചിക്ക് ബിഗ് ബോസിന്റെ ഹോസ്റ്റായിട്ട് എന്താ കാണണമെന്ന് ആഗ്രഹിച്ചു? പൃഥ്വിരാജ്. അത് തന്നെ ഉള്ളൂ, വേറെ ഒരാളെ കാണുന്നില്ല. ദുൽഖർ സൽമാൻ ആയാലോ? ദുൽഖർ സൽമാൻ പാവം, അങ്ങനെ പറ്റൂല. ഇളരക്തവൻ, ചെറുപ്പക്കാരന്റെ രക്തമല്ലേ. ചിലപ്പോ 40 വയസ്സുണ്ട്. എന്ത് ചെറുപ്പക്കാരൻ? 60 വയസ്സ് വരെ ഇപ്പോഴും ചെറുപ്പമാണ്. പിന്നെ എന്താ നിങ്ങൾ വെച്ചപ്പോ ഞാനൊക്കെ തപാടുകളാ. ഞാനങ്ങനെ പറയില്ല, ജനങ്ങൾ അങ്ങനെ പറഞ്ഞാൽ 40 വയസ്സൊന്നും ഒരു വയസ്സല്ല, അങ്ങനെ വിചാരിക്കരുത്. അതൊന്നും ഒരു പ്രായമല്ല. അങ്ങനെ ഒരു തോന്നലുണ്ട്? ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. അതൊക്കെ ഞങ്ങളുടെ ഓരോ 25 വയസ്സിന്റെ ഓരോ ചാബല്യങ്ങൾ അല്ലേ ജി? അതുകൊണ്ട് പിന്നെ എനിക്ക് ആക്ച്വലി തമിഴ് കമൽഹാസൻ ചെയ്യുന്നത് തന്നെയാണ് ഇഷ്ടം. എനിക്ക് വിജയ് സേതുപതി എന്ന് പറയുന്ന ആക്ടറെ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടം. ആസ് എൻ ആക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ എനിക്ക് ആ പ്രോഗ്രാം കമൽഹാസൻ ചെയ്തതായിരുന്നു എനിക്കിഷ്ടം. ചേച്ചി, അടുത്ത് ഇനി ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചോദ്യം നിർത്തി. നന്നായി, വളരെ സന്തോഷം. ചേച്ചി ബിഗ് ബോസിൽ പോയതുകൊണ്ട് മാത്രം ഒരു 3 ക്വസ്റ്റ്യൻ ചുമ്മാ ഞാനൊരു പേര് എഴുതിയിട്ടേ ഉള്ളൂ. അടുത്തത് ഇനി നമ്മൾ വിഷയാധിഷ്ഠിതമായ ചർച്ചകളിലേക്ക് പോവുകയാണ്. സ്ത്രീകളെ പോലെ തന്നെ പുരുഷനും ഇവിടെ പീഡനം നേരിടുന്നുണ്ട്. ഡെഫിനറ്റ്ലി. യെസ് 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 യെസ്. എന്തെങ്കിലും അതിൻ്റെ നിലപാടുകൾ എന്തെങ്കിലും പറയാം? ഒരു പരിധിവരെ ഈ സ്ത്രീകൾക്ക് ഒരുപാട് നിയമപരമായ ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നത് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്ത്രീകൾ അത് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതിൻ്റെ പീഡനം പുരുഷന്മാർ നന്നായിട്ട്. അപ്പോൾ ഞാൻ ഒരാളുടെ പേര് വെച്ച് തന്നെ ചേച്ചി സംസാരിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ. ചേച്ചി സ്വാഭാവികമായിട്ടും കണ്ടിട്ടുണ്ടാവും. നമ്മളെല്ലാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെല്ലാം വളരെ വലിയ രീതിയിൽ ആഘോഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പുള്ളി സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഒരു ജാഗ്രത, ഇത്രയും വലിയ പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തി, നിയമവ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തി ജാഗ്രത പാലിക്കണമായിരുന്നു എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. പക്ഷേ ആവശ്യമായ സമയത്തെല്ലാം കൂടെ നിന്ന് എല്ലാത്തിനും കൂടിക്കൊടുത്തിട്ട് അവസാനം തമ്മിൽ തെറ്റുമ്പോൾ പുരുഷൻ്റെ തലയ്ക്കെല്ലാം വെച്ചിട്ട് ഒഴിവാകുന്ന, അതായത് സ്ത്രീകളുടെ ചിത്രം വരില്ല, പേര് വരില്ല, പേര് വെച്ചാൽ കുറ്റം, ചിത്രം വെച്ചാൽ കുറ്റം എന്നുള്ളൊരു നിയമം, ആ നിയമം മാറണം എന്ന് ചേച്ചി വിശ്വസിക്കുന്നുണ്ടോ? കാരണം ദുരുപയോഗം ചെയ്യുന്നില്ല ഒരുപാട് പേര്. നിങ്ങൾ ഈ പറയുന്ന പ്രശ്നം പെണ്ണുങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. കാര്യം എന്താ അറിയോ? പെണ്ണുങ്ങളെ ഈ പറയുന്ന മാതിരി ആവശ്യത്തിൽ എല്ലാം ഉപയോഗിച്ചിട്ട് അവസാനം അവരെ കുറിച്ച് കുറ്റം പറയുന്ന പെണ്ണുങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ സമൂഹം മുഴുവൻ കുറ്റപ്പെടുത്തുന്ന ആരെയാണ്? പെണ്ണിനെ കുറ്റം പറയുള്ളൂ. അപ്പൊ ആണിനെ കുറ്റം പറയാറില്ല. ഇവിടെയും ഈ പറയുന്ന മാതിരി പ്രശ്നം വരുമ്പോൾ സ്ത്രീകളെ കുറ്റം പറയുന്ന ആളുകളുണ്ട്. ഞാൻ പറയുന്നത് സ്ത്രീ ആയാലും പുരുഷനായാലും എപ്പോഴും അലർട്ടായിരിക്കുക. പണ്ടത്തെ കാലമല്ല. ചുറ്റിലും കണ്ണുകളെന്ന് പറയുന്ന ക്യാമറ ഇങ്ങനെ പല രൂപത്തിലാണ് നമ്മുടെ ചുറ്റിൽ. അത് പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കും, ജാഗ്രത കാണിക്കണമായിരുന്നു. അത് രാഷ്ട്രീയക്കാരും സിനിമാക്കാരുടെയും പിന്നാലെയാണ് ഇത് മുഴുവനും. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് അത് അവര് ശ്രദ്ധിക്കണമായിരുന്നു. എനിക്ക് വ്യക്തിപരമായിട്ട് രാഹുൽ മങ്കൂട്ടത്തിലെ എനിക്ക് അറിയേയില്ല. ഞാൻ ആകെ ഒരേ ഒരു പ്രാവശ്യം ഈയിടെ കണ്ണൂർ എവിടെ പോയപ്പോഴാണ് ഞാൻ കണ്ടത്. അധികം ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. എനിക്കതൊന്നും അറിയില്ല. എനിക്ക് ഷാഫി പറമ്പിലിനെ കുറച്ചുകൂടി നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എനിക്കറിയില്ല അതിലെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഞാൻ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചർച്ചയ്ക്കോ ഒന്നും ഞാൻ ചാനലിലോ അവിടെ ഇവിടെ ഒന്നും ഇരുന്ന് ഞാൻ സംസാരിച്ചില്ല. അറിഞ്ഞുകൂടാത്തൊരു കാര്യത്തിൽ കയറി ഞാൻ അഭിപ്രായം പറയണ്ട എന്ന് കരുതിയ ഞാൻ പറയുന്നത്. ഇപ്പം എന്നോട് വോയിസ് ചേച്ചി കേട്ടിരുന്നോ? അതായത് ആ പെൺകുട്ടിയുമായിട്ട് ഗർഭം അലസി കളയണം എന്ന് പറയുന്ന രീതിയിലുള്ള വോയിസ് വന്നിരുന്നു, കണ്ടിരുന്നു? റിപ്പോർട്ടർ ടിവിയിലും മറ്റനുബന്ധ ടിവിയിൽ കണ്ടിരുന്നില്ലേ? അതൊക്കെ സ്വാഭാവികമായിട്ടും അതൊന്നും മോർഫ് ചെയ്തൊരു വോയിസ് ആണെന്ന് നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. റിയൽ വോയിസ് ആയിട്ട് തന്നെയാണ് നമുക്ക് തോന്നിയത്. അതും പിന്നെ ആവർത്തിക്കുന്നു, തോന്നിയത്
അല്ലാതെ ഉറപ്പിക്കുന്നില്ല, തോന്നിയത്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് ആ വ്യക്തിയെ എനിക്ക് എന്നെ സംബന്ധിച്ച് അവിടെ വരെ ഒന്നും ഒരു സ്ത്രീ കൊണ്ട് എത്തിക്കരുത് എന്ന് വിശ്വസിക്കുന്നു. അത്രേ ഉള്ളൂ. അതാണ് എൻ്റെ ചോദ്യം. ആ ചോദ്യത്തിലേക്ക് വരാൻ പോകുന്നതിന് മുമ്പ് ചേച്ചി ആ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ചേച്ചി ഞാൻ അങ്ങനെ എത്തുകയാണെങ്കിൽ അത് നേരിടാൻ നല്ല ചങ്കൂറ്റത്തോടു കൂടെ, അങ്ങനെ ഉണ്ടെങ്കിലേ ഉള്ളായിരുന്നു ഈ പരിപാടിക്ക് ഇറങ്ങാനുള്ളായിരുന്നു. അതല്ലേ ചേച്ചി എൻ്റെ കറക്റ്റ്? ചങ്കൂറ്റത്തോടുകൂടെ പുറത്ത് വന്ന് അതങ്ങോട്ട് മുഖത്തോട് മുഖം നോക്കി അത് പറയുകയും നിയമപരമായി അതിനെ നേരിടുകയും ചെയ്യണം. ഇത് നിയമപരമായി നേരിട്ടിട്ടില്ല, ഒരു പരാതി പോലും കൊടുത്തിട്ടില്ല. വിഷയം ആദ്യം വന്ന് പറഞ്ഞ ഈ വിഷയം വന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടല്ലോ, ആദ്യമായിട്ട് വന്ന് പറഞ്ഞ ലേഡി, അവര് വന്ന് ഇത് പറയുമ്പോ അവര് പറയുന്നത് അവര് ലീഗലി പോകുന്നില്ല. അതെ. അപ്പൊ എനിക്കത് തോന്നി, ലീഗലി പോകാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ പിന്നെ സമൂഹത്തിന് മുമ്പിൽ നാറ്റിക്കുന്നത് കൊണ്ട് എന്താണ് കിട്ടുന്നത് എന്നുള്ളതാണ്. ലീഗലി കൂടി പോകുമ്പോഴാണ് നമ്മുടെ ഭാഗത്ത് സത്യമുണ്ട് എന്നുള്ളത് കുറെ കൂടി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. അതിനോട് എനിക്ക് യോജിപ്പില്ല. വെറുതെ ഇങ്ങനെ വെളിയിൽ വന്ന് വിളിച്ചു പറഞ്ഞിട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കരുത്. അതിനോട് നിയമം മാറണ്ടേ ചേച്ചി? അതായത് ഇത്തരത്തിൽ പീഡനം നേരിട്ടു എന്ന് അവകാശവാദം ഉന്നയിച്ച് വേണ്ട സമയത്ത്, പിന്നെ ഞാൻ ആവർത്തിക്കുന്നു, വേണ്ട സമയത്തൊക്കെ എല്ലാത്തിനും കൂടെ നിന്നിട്ട് അവസാനം തമ്മിൽ തെറ്റുമ്പോൾ ഒരു പണി കൊടുത്തേക്കാം. പുരുഷനല്ലേ, നിയമങ്ങളെല്ലാം കോടതിയും ഇപ്പൊ ആ നിലയ്ക്കൊക്കെ തന്നെയാണല്ലോ കാര്യങ്ങൾ. ഇപ്പോഴും ആ സ്ത്രീയുടെ ഫോട്ടോ ഇടാനോ സ്ത്രീയുടെ പേര് വെളിപ്പെടുത്താനോ മാധ്യമങ്ങൾക്ക് അവകാശമില്ല. അത് ഒഫൻസാണ് ഇപ്പോഴും. ആ നിയമം മാറണ്ടേ എന്നുള്ളതാണ് ചേച്ചിയുടെ നിലപാട് അറിയാൻ ആഗ്രഹമുണ്ട്. മാനം അപമാനം സ്ത്രീക്കും പുരുഷനും ഒക്കെ ഒന്ന്, അഭിമാനം എന്ന് പറയുന്ന ആളെ ഏറ്റവും വലുത് നീ വിശ്വസിക്കുന്ന ആളാ. അഭിമാനമാണ് ഏറ്റവും നിയമം മാറുക തന്നെ വേണം, അല്ലേ? കാരണം ഉമ്മൻചാണ്ടി സാർ എത്രത്തോളം അനുഭവിച്ചു എന്ന് ആലോചിച്ചു. ആ വയോധികനായ മനുഷ്യൻ എത്രത്തോളം അനുഭവിച്ചു ഒരു സ്ത്രീയുടെ പേരിൽ. എന്നിട്ട് പിന്നീട് തെളിഞ്ഞില്ലേ? അപ്പൊ തെളിയുമ്പോ ആ തെളിയുന്ന സമയത്ത് അദ്ദേഹം ഇല്ല, മരണപ്പെട്ടു പോയി. മാനം അപമാനം സ്ത്രീക്കും അല്ലേ? പുരുഷനും ഒന്ന് തന്നെയാണ്. അപ്പം അത് ഒന്നാണെങ്കിൽ അതിനുവേണ്ടിയുള്ള നിയമം ഒന്നായിരിക്കണ്ടേ? ഇപ്പോൾ രണ്ട് രീതിയിലാണ്, രണ്ട് തട്ടിലാണ് കാണിക്കുന്നത്. പുരുഷന് മുഖം കാണിച്ച് ഫ്രെയിം ചെയ്ത് അവൻ്റെ ഫോട്ടോകളെല്ലാം മൊത്തം കൊടുത്ത് ഇന്നയാൾ അറസ്റ്റിൽ, ഇന്നയാൾ ഇന്ന ചെയ്തു എന്ന് പറഞ്ഞ് കാണിക്കുന്നു. എന്നാൽ അതിന് പരാതി കൊടുത്ത സ്ത്രീ പിന്നീട് ഒരു കുറ്റക്കാരൻ, എൽദോസ് കുന്നപ്പള്ളിയുടെ കേസ്, നമ്മുടെ പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ത്രീ ഇതുപോലെ പരാതി കൊടുത്തിട്ട് പിന്നീട് തെളിഞ്ഞു ആ പരാതിക്കാരുടെ പക്ഷേ ഫോട്ടോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ എൽദോസ് കുന്നപ്പള്ളിയുടെ നിരപരാധി അയാളുടെ ഫോട്ടോ വന്നു. ആ നിയമം മാറ്റണ്ടേ എന്നുള്ളതാണ്. അത് മാറ്റണമെങ്കിൽ എല്ലാവരും കൂടെ മുന്നിട്ട് ഇറങ്ങണം. അതാണ് അത് മാറ്റേണ്ടത്. അതിൻ്റെ അകത്തൊക്കെ ചേച്ചിയുടെ എല്ലാ പൂർണ്ണ പിന്തുണയുണ്ട് ആ കാര്യത്തിലൊക്കെ. അല്ലാതെ ചേച്ചി അതിൻ്റെ അകത്തൊന്നും ഈ സ്ത്രീവാദം ഒന്നും ചേച്ചി പറയല. തെറ്റ് ചെയ്താലും സ്ത്രീയോടൊപ്പമാണെന്ന് ഞാൻ ഒരിക്കലും പറയാം. അത്രേ ഉള്ളൂ. അപ്പം എന്താ ചേച്ചി, സ്വാഭാവികമായിട്ടും ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി ഒന്ന് കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞാൽ കൂടുതൽ പരിചയമുണ്ടെന്ന് എന്തെങ്കിലും ഒരു അനുഭവം ഷാഫിക്കായുമായിട്ട് ബന്ധപ്പെട്ട്? ഷാഫിക്ക ഒരു എന്താ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടൊക്കെ വരും. അല്ല എങ്കിൽ പോലും ഇടതുപക്ഷ അനുഭാവി വേണ്ട അതിനെക്കുറിച്ചൊന്നും കൂടുതൽ വരാത്ത. ഇപ്പം എംസുരാനെ പറഞ്ഞ ചേച്ചി പറഞ്ഞുതരാം. അറിയില്ല എന്ന് പറയല്ലേ? അങ്ങനെ പറയല്ലേ, എന്തെങ്കിലുമൊക്കെ പറയാം. ഷാഫിഖാനെ കുറിച്ച് ഒന്നുമില്ല. ഞാൻ ഭയങ്കര ഫാനാ. ഈ നേരത്തെ പറഞ്ഞില്ലേ സ്ഥാനാർത്ഥിയാകും പറഞ്ഞ, എനിക്ക് ഒന്നാമത് എനിക്ക് രാഷ്ട്രീയം എന്താന്ന് പോലും അറിയില്ല. അടുത്ത തവണ ഞങ്ങൾ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് കാണുന്ന വ്യക്തിത്വം ചാനലിൽ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ രാഷ്ട്രീയം വരുമ്പോൾ മാത്രമേ പറയും എന്നെ വിട്ടുകള, അതെനിക്ക് അറിയാത്തൊരു കാര്യമാണ്, അതെനിക്കറിയില്ല. കാര്യം എന്താണെന്ന് വെച്ചാല് ഈ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നത് കൊണ്ടേ ചേച്ചി അങ്ങനെയുള്ള ആളാണ് രാഷ്ട്രീയത്തിൽ വരേണ്ടത്. അല്ലാതെ ഈ ഒളിഞ്ഞും തെളിഞ്ഞും സംസാരിച്ച് ഗൂഢതന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്നവരല്ല രാഷ്ട്രീയത്തിലേക്ക്. സമൂഹത്തിനും ജനങ്ങൾക്കും ഉതകുന്ന എന്തെങ്കിലും പ്രവർത്തനം ചെയ്യുന്നവരൊക്കെ വരണ്ടേ? ചേച്ചിനെ പോലുള്ളവരൊക്കെ വരണം. ഞാൻ ആഗ്രഹിക്കുന്നു തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ CPIയുടെ സ്ഥാനാർത്ഥിയായി ചേച്ചി അടുത്തോണ്ടെങ്കിലും പറഞ്ഞത് ഞാൻ ആഗ്രഹിക്കുന്നു. CPM അല്ല, ഇവിടെ CPI മത്സരിക്കുന്നത്, അതുകൊണ്ടാണ് CPI എന്ന് ഞാൻ പറഞ്ഞത്. അതാണ് വിഷയം. അപ്പം ചേച്ചി, അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം കഴിഞ്ഞു. നിൽക്കുന്നവരുടെ സിനിമയിൽ ഇപ്പോഴും ഡബ്ബിംഗ് മേഖലയിൽ നിൽക്കുന്നവരുടെ അവഗണനയുണ്ട്, യെസ് ഓർ നോ? ഇല്ല, നോ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇനി അതിൻ്റെ വിശദീകരണം പോകുന്ന. ബിഗ് ബോസിലെ സൗഹൃദങ്ങൾ ബിഗ് ബോസോട് കൂടി അവസാനിക്കും. മോസ്റ്റ്ലി അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു 90% അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ ഉള്ളത് മാത്രമേ ഉള്ളൂ. പുറത്തു വന്നാൽ ഇതൊന്നും ഉണ്ടാവില്ല. ഞങ്ങളുടെ സീസണിലുള്ളവർ പോലും ഈ പറയുന്ന, ഞാനും ഫിറോസുവിനെ എനിക്ക് ബിഗ് ബോസ് വഴി ഉണ്ടായ ഫ്രണ്ട്ഷിപ്പ് അല്ല. ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പേ ഞാനും ഫിറോസും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അവിടെ പോയി കിട്ടിയ ഒരേ ഒരു നല്ല സുഹൃത്ത് അവിടെ പോയി കിട്ടിയത് സന്ധ്യയാണ്. സന്ധ്യയെ
ബിഗ് ബോസിലെ പെരുമാറ്റം കൊണ്ടല്ല എൻ്റെ ഫ്രണ്ടായത്. അതുകൊണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു എന്നെക്കാളും ചെറുതാണ് പ്രായത്തിൽ. ഞങ്ങൾ ഈ ഒരു ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഞങ്ങൾ തമ്മിൽ അടിയായി ആ കാര്യം പറഞ്ഞു. പ്രായം പറയരുത് ഷെബിനെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു ഏജിലൊക്കെ ഒരു സൗഹൃദം എന്ന് പറയുന്നത് അത് സൗഹൃദം തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് പ്രതീക്ഷകളൊന്നുമില്ലാത്തൊരു, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കുറ്റങ്ങളും കുറവുകളോടുകൂടി നമ്മൾ ഒരാളെ സ്വീകരിക്കുന്നതാണ് ഏറ്റവും നല്ല സൗഹൃദം എന്ന് പറയുന്നത്. അത് വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് അവിടെ ഉള്ളപ്പോൾ എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ടായിരുന്നു സന്ധ്യ. അത് പുറത്തു വന്നപ്പോഴും അതുപോലെ തന്നെ. അവിടെ വേറെ ആരും എനിക്ക് ഫ്രണ്ടായിട്ടല്ല ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ചേച്ചി, അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഈ നമ്മുടെ ഇപ്പോഴത്തെ ഭരണം മോശമാണ്, യെസ് ഓർ നോ? നോ, നല്ല ഭരണമായിട്ട് തന്നെ ചേച്ചി കാണുന്നു. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും അലിഗേഷൻസ് ഒക്കെ വരുന്നുണ്ടല്ലോ. അതൊക്കെ എല്ലാ കാലത്തും വരില്ലേ? അത് കോൺഗ്രസ് ഭരിച്ചപ്പോഴും വന്നിട്ടുണ്ടല്ലോ. എന്ത് ടിപ്പിക്കൽ രാഷ്ട്രീയക്കാർ ഉണരുന്നു, രാഷ്ട്രീയം രാഷ്ട്രീയം ഉണരുന്നുണ്ടോ? അപ്പോൾ ചേച്ചി, ഞാൻ വളരെ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. അപ്പോൾ ഈ 3.0 വരുമെന്ന് തന്നെയാണ് ചേച്ചി വിശ്വസിക്കുന്നത്? പിണറായി 3.0, അതിലൊരു MLA ആയിട്ട് ചിലപ്പോൾ ചേച്ചിയും കണ്ടേക്കാം അല്ലേ? ഏതെങ്കിലുമൊക്കെ തീറ്റിട്ടു 2 ടേം ഒക്കെ പറ്റുള്ളൂ എന്ന് പറയുന്നതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ MLA-മാരൊക്കെ മാറുന്ന ഓൾറെഡി എല്ലാം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഞാനൊന്നും ഇല്ലേ? എന്താ ചേച്ചിക്ക് അങ്ങനെ അറിയാം? അത് ഇപ്പൊ തന്നെ ഉറപ്പിച്ചു ചേച്ചി? എനിക്കറിയാമല്ലോ, എൻ്റെ കാര്യം എനിക്കല്ലേ അറിയുന്നത്, വേറെ ആർക്കും അറിയില്ല. അല്ല ചേച്ചി, എങ്കിൽ പോലും വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളൊരു ഒരുപാട് അഴിമതി ആരോപണങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതിനപ്പുറമൊക്കെ അഴിമതി ആരോപണങ്ങൾ ഇവിടെ പല പാർട്ടികൾക്കെതിരെയും സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ഭരിച്ചവർക്കെതിരെയും ഒക്കെ ഇവിടെ ഇഷ്ടംപോലെ ഇന്ദിരാഗാന്ധിക്കെതിരെ ഉണ്ടായിട്ടുണ്ട്, VP സിംഗിന്, എല്ലാവർക്കെതിരെയും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മളതിനെ അങ്ങനെ എടുക്കാവുന്നതേ ഉള്ളൂ. അല്ല, എങ്കിൽ പോലും അതിന്റെ പേരിൽ ഒരുപാട് പേര് അകത്തു പോയിട്ടുണ്ട്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അകത്തുപോയ പോലെ എല്ലാവരും പുറത്തും വരും. അതാണ് ഈ രാഷ്ട്രീയത്തിന്റെ ഈ കാശുള്ളവൻ എന്തുമാകാം എന്നുള്ളൊരു ഒരു കാഴ്ചപ്പാട് ഇന്നും ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടെന്ന് ചേച്ചിക്ക് തോന്നുന്നു? അതിപ്പോ രാഷ്ട്രീയത്തിൽ മാത്രമല്ലല്ലോ, അതാ എന്തിലും. തീർച്ചയായിട്ടും സിനിമയിൽ നമ്മളിപ്പോ കണ്ട വിഷയം എന്തായിരുന്നു? നമ്മള് ഒരു നടിക്കെതിരെ നടന്നൊരു വിഷയം. തീർച്ചയായിട്ടും അതിലേക്ക് ഞാൻ ഇത് ബന്ധിപ്പിച്ച് അങ്ങോട്ട്, ചേച്ചി ആദ്യം ഇങ്ങോട്ട് വന്നുകൊണ്ട് എനിക്ക് സന്തോഷം. എല്ലാവരും അതിലേക്ക് അദ്ദേഹത്തെ തന്നെയല്ലേ സപ്പോർട്ട് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? പവർ അല്ലേ? അല്ല ചേച്ചി, അങ്ങനെയല്ല. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് 50-50 ആ പെൺകുട്ടിയെ, ആ നടിയെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, ഈ നടനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, ആ നടിയെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഞാൻ പറയുന്ന ഈ സിനിമാ രംഗം, സിനിമാ രംഗം ചേച്ചിക്കാണ് കൂടുതൽ ആധികാരികളോട് പറയാൻ പറ്റുന്നത്. സിനിമാ രംഗത്ത് അവളോടൊപ്പം അല്ലല്ലോ, എത്ര കുറച്ച് ആൾക്കാരാണ് അവളോടൊപ്പം നിൽക്കുന്നത്. സ്ത്രീകൾ പോലും അവളോടൊപ്പം നിൽക്കുന്നില്ലല്ലോ. അല്ല, രഹസ്യമായിട്ട് നിൽക്കുന്നുണ്ട്. എന്നോടൊക്കെ രഹസ്യമായിട്ട് പല നടിമാരും നടന്മാരും പറയാറുണ്ട്, ഞങ്ങൾ അവളോടൊപ്പമാണെന്ന് പറഞ്ഞേക്കണേ, പക്ഷെ ഞങ്ങൾക്ക് പുറത്തു വന്ന് പറയാൻ പറ്റില്ല. അതാ പവറിൻ്റെ അതുകൊണ്ടാണ്. ചേച്ചിയുടെ ഒരു നിലപാട് എന്ന് പറയുന്നത് അവളുടെ കൂടെ തന്നെയല്ലേ? അവളുടെ കൂടെ തന്നെയാണ്. അത് നമുക്കറിയാമല്ലോ, നമ്മൾ എല്ലാ ഇതിനകത്തും കാണുന്നത്. ഞാൻ ചോദിക്കുന്നത്, അനുകൂലമായിട്ടൊരു വിധി ഉണ്ടാവുമോ? ചേച്ചിയുടെ എന്താ ഒരു തോന്നലാണ് ഞാൻ ചോദിക്കുന്നത്, അല്ല നമുക്കത് കോടതിയുടെ കാര്യത്തിൽ ഇരിക്കുന്ന എങ്കിൽ പോലും അനുകൂലമായിട്ടൊരു വിധി നമ്മൾ ആഗ്രഹിക്കുന്നു അങ്ങനെ ഉണ്ടാവണമെന്ന്. പക്ഷെ നമുക്കറിയില്ല അതൊക്കെ എവിഡൻസ് വെച്ചുകൊണ്ടും എത്രമാത്രം എവിഡൻസ് ഉണ്ട്. ഒന്നാമത് ഇതൊരു ഗൂഢാലോചനയായതുകൊണ്ടേ, കോൺസ്പിറസി എന്ന് പറയുന്ന ഒരു സാധനം, കോൺസ്പിറസി തിയറി ഉണ്ട്. ശരിയാ. അപ്പം അത് നമുക്കറിയില്ല, എന്താണെന്ന് നമ്മൾ കാത്തിരിക്കാം. ചേച്ചി സ്വാഭാവികമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് ചേച്ചിക്ക് കുറച്ചും കൂടിയൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് അറിയുന്ന കാര്യമൊക്കെ എല്ലാം ഒന്നും പറഞ്ഞില്ലെങ്കിലും കുറച്ചെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് അറിയാവുന്ന ഞാൻ പറയില്ല അല്ലേ? ചേച്ചി നിലപാട് നമ്മൾ പണയം വെക്കരുത്. ഇതൊക്കെ ഇത് ഭയമുണ്ടോ? അല്ല, ഭയമുണ്ടോ? കേസ് കോടതിയിൽ നിൽക്കുന്ന ഒരു സാധനം നമ്മൾ ഇവിടെ സംസാരിക്കാൻ പാടില്ല. പമ്മി ഒഴിവായി ചേച്ചി അല്ലേ? അല്ലല്ല, അതല്ല അതിന്റെ ശരി. തീർച്ചയായിട്ടും കേസ് വിധി വരാൻ പോകുകയാണ് ഇനി. വിധി പക്ഷേ താമസിക്കുന്നാണ് പറയുന്നത്. ഇല്ല, ഡിസംബറിൽ വരുമല്ലോ. അങ്ങനെയല്ലേ ഇപ്പം നമ്മൾ വാർത്ത കണ്ടത്. അതായത് ഡിസംബറിൽ വരും എന്നുള്ളതല്ല, ഈ അല്ല. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കട്ടെ ചേച്ചി ഒരു കാര്യം. ഡിസംബറിൽ വരുന്ന വിധി നമ്മുടെ ദിലീപിന് അനുകൂലമാണെന്ന് കരുതുക. അല്ല, പറയട്ടെ. അല്ല, ഞാൻ ചോദിക്കുകയാണ്, ദിലീപിന് അനുകൂലമാണെന്ന് കരുതുക. അപ്പോൾ ഇത്രയും നാൾ ചേച്ചി കുറ്റക്കാരനാണെന്ന് വിശ്വസിച്ചത് കൊണ്ടാണല്ലോ നമ്മൾ നടിയെ സപ്പോർട്ട് ചെയ്ത് നിന്നത്. അപ്പോൾ ചേച്ചി നിലപാട് മാറ്റുമോ? അതായത് ഇങ്ങനെ മാറുന്നേ ഈ കോടതിയെ, ഒരു വാക്ക് ഞാൻ പറയട്ടെ,
കോടതി ഒരാളെ വെറുതെ വിട്ടു എന്ന് അങ്ങനെ വെറുതെ പറയുവാണോ? അങ്ങനെ പറയില്ല. കോടതി എന്താ പറയണേ? രാഷ്ട്രീയ ഈ പറയുന്ന നേരത്തെ പറഞ്ഞല്ലോ, രാഷ്ട്രീയത്തിൽ പലരും ജയിലിൽ പോയിട്ടുണ്ട്, പുറത്തു വന്നിട്ടുണ്ട്. ഈ പുറത്തു വന്നിട്ടുണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞതിനെ നിങ്ങൾ എടുത്ത വേറെ വ്യാഖ്യാനത്തിലാണ്. എന്തുകൊണ്ടാണ് പോയവർ തിരികെ വരുന്നത്? തെറ്റില്ല എന്ന് കാണുന്നോണ്ടാണ് വെളി വരുന്നത്. അല്ല, വ്യക്തമായ തെളിവുകളുടെ അഭാവത്തിൽ എന്നൊരു വാക്ക് കോടതി പറയും. തീർച്ചയായിട്ടും മനസ്സിലായോ? ഒന്നാമതൊരു മറുപടിയായിരുന്നത്. അങ്ങനെ തന്നെ കാണുള്ളൂ അതിന്. അല്ലാതെ കുറ്റക്കാരൻ തന്നെ. തെളിവുകളുടെ അഭാവത്തിൽ കുറ്റക്കാർ രക്ഷപ്പെടും. അപ്പോൾ ഞാൻ തിരിച്ചൊരു മറുചോദ്യം ഞാൻ ചോദിക്കും. ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു തെളിവുകളുടെ അഭാവം ഉണ്ടായാൽ അതിന് ഉത്തരവാദിത്തം പറയാൻ ഇത് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ, ഇതിന് നേതൃത്വം വഹിച്ച ഭരണകൂടം, ഇവരൊക്കെ ബാധിച്ചതല്ലേ? ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഇല്ല, അത് അങ്ങനെ പറയാം. ഇല്ല, അതെന്താണെന്നറിയോ? ഈ രാഷ്ട്രീയം, ഇത് ഒരു നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയുടെ ഇതും രാഷ്ട്രീയക്കാരുടെ ഇത് രണ്ട് വിഷയമാണ്. ആ വിഷയത്തെയും ഈ വിഷയത്തെയും നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. ആ വിഷയം നേരത്തെ പറഞ്ഞ മാതിരി ഒരു കോൺസ്പിറസി ഉള്ളൊരു വിഷയം. ഇതെന്ന് പറയുന്നത് അഴിമതി എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ പൈസ കൊടുത്തു, അല്ലെങ്കിൽ ഇവിടെ പൈസ വാങ്ങിച്ചു, ഇത്ര കോടികൾ വാങ്ങിച്ചു, ഇതൊക്കെയാണല്ലോ. ഇതെല്ലാം ഈ പറയുന്ന മാതിരി ചിലപ്പോൾ തെളിവുകൾ ഇല്ലാതെ, രാഷ്ട്രീയത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, തെളിവുകൾ ഇല്ലാതെ വരുന്നുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ടും അവർ ചെയ്യാത്ത കുറ്റവുമായിരിക്കാം, അല്ലെങ്കിൽ ചെയ്തതിനുള്ള തെളിവുകൾ ഇല്ലാത്തതിന്റെ പേരിലും ആകാം. സ്വാധീനം ചെലുത്തിയതോ ആവാം. അതിന്റെ പശ്ചാത്തലത്തിൽ അത് തന്നെയാണ് സ്വാധീനം ചെലുത്തിയതോ. അങ്ങനെയും ആകാം. അങ്ങനെ ഞാൻ ചോദിക്കുന്നത് അതാണ് ചേച്ചിക്കൊക്കെ ഇത്ര വ്യക്തമായിട്ട് അല്ല, ചേച്ചിക്കൊക്കെ അതിന് പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല. അത് കോടതി മറുപടി പറയേണ്ട കാര്യം. അല്ല, കൃത്യമായിട്ട് തെളിവുകൾ, കുറ്റപത്രം എന്നൊരു സാധനമുണ്ട്. ആ കുറ്റപത്രത്തിൽ കൃത്യമായിട്ട് തെളിവുകൾ ഹാജരാക്കി കൃത്യമായിട്ട് ബ്രീഫായിട്ട് എഴുതി, ഒരു നൂലിട പോലും ലൂപ്പ് ഹോൾസ് ഇല്ലാത്ത രീതിയിൽ. ഞാൻ LLB പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയും കൂടിയാണ്, അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ഇതില്ലാതെ കൃത്യമായിട്ട് അത് കോടതിയിൽ ഇവരെ ഹാജരാക്കിയിട്ടില്ല. 100% കൃത്യമായിട്ട് സ്വാധീനം ചെലുത്തി അത് തിരുത്തപ്പെട്ടു, അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിനൊരു ഇത് കൊടുത്തില്ല എന്ന് തന്നെയാണ്. അത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇവരുടെ തെറ്റ് തന്നെയാണ്. ഉദ്യോഗസ്ഥരുടെയും ഈ മേലാളന്മാരുടെയും ഭരണകൂടത്തിൻ്റെയും കൃത്യമായ അനാസ്ഥ തന്നെയാണെന്ന് വേണം പറയാൻ. അങ്ങനെ ദിലീപ് ആയിക്കഴിഞ്ഞാൽ, ചേച്ചിയുടെ അഭിപ്രായം വെച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത്, ചേച്ചി പൂർണ്ണമായിട്ടും തെറ്റുകാരനാണെന്ന് തന്നെ വിശ്വസിക്കുന്നതാണ്. ഞാൻ അവളോടൊപ്പം തന്നെയായിരിക്കും. അതങ്ങനെ തന്നെയാണ്. പൊതുസമൂഹം ബഹുഭൂരിപക്ഷം പേരും അങ്ങനെ തന്നെയാണല്ലോ. വിശ്വസിക്കില്ല. കാരണം ഒരുപാട് സത്യങ്ങൾ ചേച്ചിക്ക് അറിയാം. ചേച്ചി ഒരു കേസ് നിൽക്കുന്ന കാര്യം ചേച്ചി അമ്മ പറയണ്ട. വനിതാ കമ്മീഷൻ പോലെ തന്നെ പുരുഷ കമ്മീഷനും വേണം. രാഹുൽ ഈശ്വറൊക്കെ ആവശ്യപ്പെടുന്ന വേണം എന്നുള്ള ഞാൻ ഓർത്തു കേട്ടോ. ഞാൻ അത് ചേച്ചി എന്നെ ഞെട്ടിച്ച്. ഞാൻ ഓർത്ത് വേണ്ടാന്ന് ചേച്ചി പറയുന്നത്. യെസ്, വേണം. അതെന്തുകൊണ്ടാണ്? മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ വേണ്ടാന്ന് പറയുന്നു. ഇപ്പം എനിക്ക് തോന്നാറുണ്ട്. കാരണം ഞാൻ പല വിഷയങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. പല ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ വിഷയങ്ങളിലും അതല്ലാത്ത സ്ത്രീ പുരുഷന്മാരുടെ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ പുരുഷന്മാർക്കും ഒരു കമ്മീഷൻ വേണം. സെന്റ് തെരേസാസ് സ്കൂളിൽ പക്ഷേ ഈ പറയുന്ന മാതിരി ചുമ്മാ ഒരു അവിടെ ചെന്ന് അലമ്പ് ഇതുണ്ടാക്കുന്ന ഒരു ആണുങ്ങളുടെ കൂട്ടായ്മയാണ് അതിനെ വിലയില്ലാതാക്കുന്നത്. മറ്റേ സവാദൊക്കെ ഇറങ്ങിയപ്പോ അല്ല, അതൊക്കെ എന്ത് അർഹിക്കാത്തവർക്ക് വേണ്ടിയും കൂടി റോഡിലോട്ട്, അർഹിക്കുന്നവർക്ക് വേണ്ടി റോഡിൽ അടകോടനും ഒക്കെ എല്ലാത്തിനും വേണ്ടി വെറുതെ കയറി അങ്ങ് വരിക എന്ന് പറയില്ല. ഇത് തന്നെയാണ് ഈ വനിതാ ഈ ഫെമിനിസ്റ്റുകളും കുറെ പേര് വില കളയുന്ന. ഇതാ എല്ലാത്തിനും വേണ്ടി അങ്ങോട്ട് ഇറങ്ങും. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ വില പോയില്ലേ? വേണ്ടത് പറയരുത് കേട്ടോ. ഫെമിനിസ്റ്റുകൾ ഞാൻ പറഞ്ഞു, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ മതി. ഫെമിനിസ്റ്റുകൾ എന്ന് പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. മോശമായ വാക്കുകളൊന്നും അല്ല. അവരെ എന്തിനാ നിങ്ങൾ ഒരു പ്രത്യേക ജാതി മതം എന്ന് പറഞ്ഞ അങ്ങനെയല്ല. അതായത് പുരുഷനേക്കാൾ വലുതാണ് ഞങ്ങൾ, അല്ലെങ്കിൽ പുരുഷനും സ്ത്രീയും തമ്മിൽ തുല്യത വേണം എന്ന് വാദിക്കുന്നതിന് പകരം പുരുഷനേക്കാൾ വലുതാണ് ഞങ്ങൾ, പുരുഷനാണ് ഞങ്ങളുടെ താഴെ നിൽക്കേണ്ടത് എന്ന് വാദിക്കുന്ന ഒരു തരത്തിലുള്ള, വലുതാണെന്നൊന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ല. അല്ല, പക്ഷെ അതിനുവേണ്ടി ഒന്നാണെന്നേ പറഞ്ഞു, ജനറലൈസ് ചെയ്തല്ല ചേച്ചി പറഞ്ഞത്. എങ്കിൽ പോലും ഒരു എല്ലാത്തിലും ഉണ്ടല്ലോ നല്ലോ ചള്ളോ രണ്ടോ പേര് പറയുന്നത്, അത് അങ്ങനെയുള്ളവരാണ് വിലകൾ എന്നാ പറഞ്ഞത്. അതിപ്പോ ആണുങ്ങളും ചേച്ചി പറഞ്ഞില്ല. അതാ ചേച്ചി പറഞ്ഞോണ്ട് യോജിച്ചുകൊണ്ട് തന്നെ ഞാനിത് പറഞ്ഞത്. കണ്ടോ, ചേച്ചിക്ക് ഫെമിനിസ്റ്റിനെ പറയുമ്പോൾ കൊള്ളും, എനിക്ക് മനസ്സിലാവുന്നുണ്ട്.